നമസ്കാരം, വീട്ടോക്കിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ സിരാകേന്ദ്രമാണ് കേരളം. കീഴ്വഴക്കങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയന്റെ സർക്കാരിന് കേരളം തുടർഭരണം നൽകി. 5 കൊല്ലം LDF, അത് കഴിഞ്ഞാൽ UDF എന്ന വിശ്വാസം തകിടം മറിഞ്ഞു. ഭരണത്തിലെത്താൻ കഴിയാതിരുന്നതിന്റെ ആഘാതത്തിൽ നിന്ന് UDF ഇനിയും മോചിതമായില്ലെന്ന് മാത്രമല്ല, അനുദിനം അത് വർദ്ധിച്ചു വരികയാണ്. LDF അല്ലെങ്കിൽ UDF എന്ന സമവാക്യത്തെ അപ്രസക്തമാക്കി BJP നയിക്കുന്ന NDAയും ഇന്ന് സംസ്ഥാനത്ത് ശക്തമാണ്. അടുത്ത തവണയല്ലെങ്കിൽ അതിന്റെ അടുത്ത തവണയെങ്കിലും കേരളം പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് BJP. സംസ്ഥാനത്ത് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിലെല്ലാം കടുത്ത മത്സരമാണ് കാണാൻ പോകുന്നത്. ഈ ചെറിയ സംസ്ഥാനത്തിൽ ഭരണത്തിലേറുക എന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും അഭിമാന പ്രശ്നമായാണ് കാണുന്നത്. തുടർഭരണം കിട്ടിയ പിണറായി സർക്കാരാകട്ടെ കടുത്ത പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. പരിഹാരം കാണാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത്, സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്ത മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളും മറുഭാഗത്ത്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നത് കൗതുകമുണർത്തുന്ന ചോദ്യമാണ്. വീടോക്ക് സർവേ അതിന് ഉത്തരം പറയുന്നു. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം എന്താവും? രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം എങ്ങനെ? ആരായിരിക്കണം കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? യുവാക്കളുടെ പ്രിയ നേതാവ് ആരാണ്? ജനഹിതം വീടോക്ക് പുറത്തുവിടുന്നു. സർവേയുടെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി വീടോക്ക് കൺസൾട്ടന്റ് എഡിറ്റർ M. റിജു നമ്മളോട് സംസാരിക്കും. വീടോക്ക് മീഡിയ യങ് ഇന്ത്യ PR ഗ്രൂപ്പ് ബാംഗ്ലൂരുമായി സഹകരിച്ചാണ് ഈ സർവേ നടത്തിയത്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ കാണുന്നത് കേരളത്തിൽ ഇത്രയും വലിയ ഒരു സർവേ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2000-3000 സാമ്പിളുകൾ എടുക്കുന്നതിന് പകരം 40 മണ്ഡലങ്ങളിലായി സെലക്ട് ചെയ്ത 40 കടുത്ത മത്സരം നടക്കുന്ന 40 മണ്ഡലങ്ങളിലായി ഏകദേശം 6000-ഓളം സാമ്പിളുകളാണ് നമ്മൾ പരിശോധിച്ചത്. ഇതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന ഒരു രീതിയാണ് റാൻഡമൈസ്ഡ് കൺട്രോൾ മെത്തേഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള റാൻഡമൈസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ. ഇത് നമ്മൾ നടത്തുന്നത് സാധാരണഗതിയിലല്ല. അതായത് ഒരു റാൻഡമായ ആൾക്കൂട്ടം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് നടത്തുന്ന ഒരു സാമ്പിൾ സർവേ ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷൻ ആയിരിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഉദാഹരണമായിട്ട് ബസ് സ്റ്റാൻഡിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ, ഒരു പാർക്കിൽ ഒക്കെ കൂടുന്നൊരു ജനക്കൂട്ടം അത് ജാതി മതഭേദമന്യേ, ലിംഗഭേദമന്യേ കൂടുന്ന ഒരു സമൂഹത്തിൻ്റെ ക്രോസ് സെക്ഷനാണ്. അത്തരം സ്ഥലത്തു നിന്ന് നടത്തുന്ന സർവേയാണ് നമ്മൾ റാൻഡം സർവേ എന്ന് പറയുക. അതൊരു പ്രത്യേക ലക്ഷ്യത്തിനായി വന്ന ആൾക്കൂട്ടമല്ല. മാത്രമല്ല, അവിടെ വരുന്നതിൽ ഭൂരിഭാഗവും മധ്യവർഗമായിരിക്കും. ഈ മിഡിൽ ക്ലാസ്സിനുണ്ടാകുന്ന മാറ്റമാണ് കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുക. അങ്ങനെ സെലക്റ്റഡായ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ഉത്തര കേരളം, മലബാർ, തെക്കൻ കേരളം, മധ്യ കേരളം എന്നിങ്ങനെ 4 സോണാക്കി തിരിച്ചാണ് വീടോക്ക് സർവേ നടത്തിയത്. നമ്മളിപ്പോൾ നോക്കുന്നത് ഈ സമയത്ത് കേരളത്തിലൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കുന്ന. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും സ്റ്റാമ്പിംഗ് ആയൊരു വിഷയമുണ്ടാവും. ഒരു പ്രത്യേക വിഷയത്തിൻ്റെ പുറത്തായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമായി പരിശോധിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ജനം വോട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണെന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അറിയാനായി നമുക്ക് ആ ഫലത്തിനായി കാത്തിരിക്കാം. ഏത് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ വോട്ട് ചെയ്യുക എന്നാണ് ഞങ്ങൾ ആദ്യമായി ജനങ്ങളോട് ചോദിച്ചത്. അതിന്റെ റിസൾട്ട് അഴിമതിയും സ്വജനപക്ഷപാതിത്വവും എന്ന് 30% പേർ പറയുന്നു. വിലക്കയറ്റവും വികസന മുരടിപ്പും 21% പേർ. വർഗീയത 20% പേർ. കേരള സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ 13% പേർ. കിറ്റും പെൻഷനും 10% പേർ. ഇതൊന്നുമല്ലാന്ന് 6% പേരും പറയുന്നു. ഈ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശക്തമായൊരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചന നൽകുന്നുണ്ട്. കാരണം നോക്കുക, അഴിമതിയും സ്വജനപക്ഷപാതിത്വത്തിന് 30% പേരുടെ പിന്തുണയാണ് കിട്ടിയത്. കഴിഞ്ഞ തവണ പിണറായി സർക്കാരിനുണ്ടായ ആനുകൂല്യങ്ങൾ ഇത്തവണ കിട്ടുന്നില്ല. അപ്പോൾ തുടർച്ചയായി ഉണ്ടായ വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രകടനത്തെ വല്ലാതെ ബാധിച്ചു എന്ന് തന്നെയാണ് സർവേ കാണിക്കുന്നത്. ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ തവണ LDF സർക്കാരിന് ഏറ്റവും ഗുണമായ കിറ്റും പെൻഷനും ആയിരുന്നു. ഇത്തവണ 10% പേർ മാത്രമാണ് അതിനൊപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വോട്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ വെറും 13%. അതായത് കടുത്ത മാർക്സിസ്റ്റ് അനുഭാവികൾ, കടുത്ത LDF അനുഭാവികൾക്ക് പോലും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല എന്നാണ് ഈ സർവേ ഫലം തെളിയിക്കുന്നത്. ഇതിലേക്കായി കൂടുതൽ പ്രതികരിക്കുന്നതിനായി വീടോക്ക് മീഡിയയുടെ എഡിറ്ററായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ K. ബാബുരാജ് നമ്മോടൊപ്പം ഉണ്ട്. എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ് ബാബുട്ട. തുടർച്ചയായി ഉണ്ടായ ഈ അഴിമതി ആരോപണങ്ങൾ, തുടർച്ചയായി മുഖ്യമന്ത്രി വരെ ആരോപണത്തിന് നേരിൽ നിൽക്കുന്നു. സ്വർണ്ണക്കടത്തുണ്ടായി. ഒരു ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മാർക്സിസ്റ്റ് സർക്കാരിന്, ഒരു ഇടതുപക്ഷ സർക്കാരിന് ഇല്ലാത്ത രീതിയിലുള്ള ആരോപണങ്ങളുടെ പെരുമഴയാണ് ഈ സർക്കാരിനെതിരെ ഉണ്ടായത്. ഇത് ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്നല്ലേ ഈ സർവേയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അഴിമതിക്കും
അന്നത്തെ സരിതാ വിഷയവും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് കേരളത്തിൽ ഒന്നാം പിണറായി സർക്കാരിനെ അധികാരത്തിലെത്തിച്ചത്. എന്നാൽ ഇന്ന് അതിനുശേഷം പിണറായി സർക്കാരിന് ഭരണ തുടർച്ചയും ലഭിച്ചു. ഈ ഭരണ തുടർച്ചയുടെ സമയത്തും യഥാർത്ഥത്തിൽ കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും ഇതേ വിഷയങ്ങൾ, സ്വർണ്ണക്കടത്ത് പോലത്തെ വിഷയങ്ങൾ അന്ന് ചർച്ചയായിരുന്നു. എങ്കിൽ പോലും കൂടുതൽ ഭൂരിപക്ഷത്തോടെ സർക്കാർ അധികാരത്തിൽ വന്നു. എന്നാൽ അന്ന് അതിൻ്റേതായ കാരണങ്ങൾ പലതുണ്ടായിരുന്നു. കോവിഡ് ഉണ്ടായിരുന്നു, പ്രളയത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഇതുപോലെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പിണറായി സർക്കാരിന് അനുകൂലമായി തീരുകയുണ്ടായത്. എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ്. പിണറായി സർക്കാരിൽ വിശ്വാസം പ്രകടിപ്പിച്ച അല്ലെങ്കിൽ അതിൽ പ്രതീക്ഷ അർപ്പിച്ച വലിയൊരു വിഭാഗം ജനങ്ങൾ അങ്ങേയറ്റം നിരാശരാണ്. കേരളത്തിലെ ഗവൺമെൻറ് ആകട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസാകട്ടെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തിപരമായ രീതിയിൽ ആരോപണങ്ങൾക്ക് ഇരയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ ശിവശങ്കർ, അദ്ദേഹം സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായി. അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ CM രവീന്ദ്രൻ, അദ്ദേഹവും അഴിമതി ആരോപണത്തിൻ്റെ നിഴലിലാണുള്ളത്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. സ്വപ്ന സുരേഷ് ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് അത് തീർത്തും അവഗണിക്കാവുന്ന ഒന്നല്ല. അപ്പോൾ സരിതാ വിഷയത്തിൽ കേരളത്തിൽ LDF അന്ന് എങ്ങനെ പ്രതികരിച്ചോ അതുപോലെ UDFന് പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ എന്നതുകൊണ്ട് സ്വപ്ന പറഞ്ഞ എല്ലാ കാര്യങ്ങളും നുണയാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൽ കുറേ വസ്തുതകളുണ്ട്. അവർക്കത് പലതും സ്ഥിരീകരിക്കാനോ സാധൂകരിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും സ്വപ്ന സുരേഷ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നത് സ്പഷ്ടമാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഇപ്പോൾ EMSന് മന്ത്രിസഭയ്ക്കും മുതൽ അച്യുതാനന്ദൻ മന്ത്രിസഭ വരെ ഉണ്ടായിരുന്ന കേരളത്തിലെ LDF മന്ത്രിസഭകളിൽ, ഇടതു മന്ത്രിസഭകളിൽ കാലൊക്കെ മെച്ചപ്പെടും പിണറായി സർക്കാരിൻ്റെ പ്രകടനം എന്ന് കരുതിയ CPMകാരെയും അല്ലാത്ത ആളുകളെയും എല്ലാം നിരാശപ്പെടുത്തിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതാണ് ഈ സർവേയിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് നമ്മളോട് മുതിർന്ന മാധ്യമ പ്രവർത്തകനും VTalk മീഡിയയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ അശോക് ശ്രീനിവാസ് കൂടി ചർച്ചയിൽ വരുന്നുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, അശോകേട്ടാ, ഈ കിറ്റും പെൻഷനുമായിരുന്നല്ലോ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഒരു അതിഭയങ്കരമായൊരു ഗെയിം ചേഞ്ചർ. അവരുടെ ജയിച്ചത് ഇന്ത്യൻ എക്സ്പ്രസ് ഒക്കെ തലക്കെട്ട് തന്നെ കിറ്റ് വിൻസ് കേരള എന്നായിരുന്നു. ഇത്തവണ നമ്മുടെ സർവേയിൽ നോക്കൂ, 10% പേരാണ് ഈ കിറ്റും പെൻഷനും വോട്ടാകുമെന്ന് വിശ്വസിക്കുന്നത്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് പോലും ഈ കിറ്റ് കൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവുന്നത്? കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ അവസാന കാലമാണ് സത്യത്തിൽ ആ ഗവൺമെൻറ്റിനെ ഒരു രണ്ടാം തുടർഭരണത്തിലേക്ക് നയിക്കാൻ ഇടയാക്കിയത്. അതൊരു സത്യമാണ്. അതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് കിറ്റും പെൻഷനുമാണ് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയെ ഇന്ന് തിരുത്താൻ അല്ലെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ മറ്റ് ചില ഘടകങ്ങൾ ആ സർക്കാരിനെതിരെ, രണ്ടാം പിണറായി സർക്കാരിന് എതിരെ ഉയർന്നു വന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. സത്യത്തിൽ കിറ്റും പെൻഷനും അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന ഒരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് സാധിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, സർക്കാരിൻ്റെ ഒരു ഔദാര്യമല്ല എന്നൊരു തോന്നൽ പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് ഈ കിറ്റിൻ്റെയും ഈ പെൻഷൻ്റെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കാം, ഈ ഏപ്രിൽ മാസത്തെ പെൻഷൻ 4 മാസത്തെ പെൻഷൻ കൊടുക്കാനിരിക്കെയാണ് 2 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ നൽകുന്നത്. അത് തന്നെ സ്വാഭാവികമായ ഒരു നേട്ടമായി അവതരിപ്പിക്കാൻ ഒരു പക്ഷേ CPMൻ്റെ വലിയ വിഭാഗം അണികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നൊരു തോന്നൽ
പൊതുമീഡിയയിലും സോഷ്യൽ മീഡിയയിലും ധാരാളം പ്രചരണങ്ങൾ വരുന്നു. ഇത് സർക്കാരിന് ഒരു തിരിച്ചടിയാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കിറ്റും പെൻഷനും ഒരു തെരഞ്ഞെടുപ്പ് വിഷയമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു നേട്ടമായി അവതരിപ്പിക്കാനോ ഈ പിണറായി സർക്കാരിന് സാധിക്കാതെ പോയത്. ഇനി നമ്മൾ നേരിട്ടുള്ള രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരോട് നമ്മൾ ചോദിച്ച ചോദ്യം, പിണറായി സർക്കാരിൻ്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു? രണ്ടാം പിണറായി സർക്കാർ 2 വർഷം പൂർത്തിയാക്കി 3-ാം വർഷത്തിലേക്ക് കടക്കുകയാണല്ലോ. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് നിങ്ങൾ സർക്കാരിൻ്റെ പ്രകടനത്തെ വിലയിരുത്തുന്നുള്ള നേരിട്ടുള്ള ചോദ്യത്തിലാണ് ചോദിച്ചത്. അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രകടനം എങ്ങനെ? മികച്ചത് 9% പേർ പറഞ്ഞു, ശരാശരി എന്ന് 27% പേർ, മോശമെന്ന് 51% പേർ, പ്രതികരിക്കുന്നില്ല എന്ന് 13% പേർ പറഞ്ഞു. ഈ ഡാറ്റകളും ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ സൂചനകളാണ്. നോക്കണം, വെറും 9% വോട്ടർമാരാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഭരണം മികച്ചതാണെന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സിനാരിയോ വെച്ചിട്ട് ഏത് ദുർബലമായ സാഹചര്യത്തിലും 20% വോട്ടർമാരെങ്കിലും അന്ധമായി LDFിനെ പിന്തുണയ്ക്കുന്നവരാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഗ്രാഫ് വളരെ താഴോട്ട് പോവുകയാണെന്നുള്ള കാര്യം വ്യക്തമാണ്. മാത്രമല്ല 51% പേർ പറയുന്നുണ്ട് സർക്കാർ മോശമാണെന്നുള്ള കാര്യം. അപ്പോൾ വലിയൊരു മാറ്റം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബാബുവേട്ടൻ്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് ഇത്ര വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുന്നുണ്ടോ? ഈ നമ്മുടെ സർവേ സൂചിപ്പിക്കുന്നതനുസരിച്ച് ശക്തമായൊരു ആൻറ്റി ഇൻകുബൻസി ഫാക്ടറിൻ്റെ സൂചനയല്ല ഇത് നൽകുന്നത്. ഈ ഭരണം ആർക്കു വേണ്ടിയാണെന്നുള്ള ചോദ്യം ഇടതുപക്ഷത്തിൻ്റെ അണികളിൽ തന്നെ ഇന്ന് അങ്ങേയറ്റം ശക്തമാണ്. അത് പരസ്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭരണത്തിൽ CPMൻ്റെ അണികൾ നിരാശരാണ്, മറ്റ് ഇടത് പാർട്ടികളുടെ അണികളും നിരാശരാണ്. CPI ഒക്കെ അത് പരസ്യമായി പല ഘട്ടത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ അണികൾ അക്കാര്യത്തിൽ രോഷാകുലരുമാണ്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിനെതിരായിട്ട് ഉയർന്ന ആക്ഷേപങ്ങൾ, സർക്കാർ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ സർക്കാരിൻ്റെ പൊതുവായ പ്രവർത്തന രീതി അതല്ലെങ്കിൽ സർക്കാരിൻ്റെ തലപ്പത്തുള്ള ആളുകൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, പിന്നെ ഗവൺമെൻറ് മെഷീനറിയുടെ പ്രവർത്തനം. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് മെഷീനറിയെ പറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കടുത്ത രീതിയിലുള്ള അഴിമതിയാണ് സർക്കാർ ഓഫീസുകളിൽ നടക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ വലിയ സിംഹഭാഗം ശമ്പളവും പെൻഷനായി കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. കേരളത്തിലെ ഏത് സർക്കാർ ഓഫീസിലും കൈക്കൂലി കൊടുക്കാതെ കാര്യങ്ങൾ നേടാൻ കഴിയില്ല എന്നൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണത്തെക്കുറിച്ച് 51% പേർ മോശമായ ഒരു അഭിപ്രായം പറഞ്ഞെങ്കിൽ അതിൽ അത്ഭുതപ്പെടേണ്ടതായ കാര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തുമ്പോൾ പ്രതിപക്ഷം മാത്രമല്ല ഭരണപക്ഷത്തുള്ള ആളുകൾക്കും അല്ലെങ്കിൽ വോട്ട് ചെയ്ത ആളുകൾക്കും ആ ഒരു അന്ന് വോട്ട് ചെയ്തപ്പോഴുള്ള ഒരു ഫീല് ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നതാണ് പ്രശ്നം. നിലനിൽക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ ഭരണത്തിനെതിരായിട്ടുള്ള 51%. അതുപോലെ എനിക്ക് അശോക് ശ്രീനിവാസിനോട് ചോദിക്കാനുള്ളത്, പിണറായി സർക്കാരിൻ്റെ മാനം കടത്തിയതിൽ നല്ലൊരു പങ്ക് ഈ പോലീസ് നയത്തിന് വലിയൊരു പങ്കില്ലേ? ഈ പോലീസൊക്കെ അഴിഞ്ഞാടുന്നു. മുഖ്യമന്ത്രിയുടെ ഒരു യാത്ര തന്നെ കണ്ടാൽ നമുക്ക് പേടിയാവും. 30-40 വാഹന വ്യൂഹം കൂടി കടന്നു പോകുന്ന രീതി, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ മോശം അഭിപ്രായം സൃഷ്ടിക്കാൻ ഇടയാക്കിയിട്ടില്ലേ? തീർച്ചയായും. സത്യത്തിൽ ഈ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ഏത് സർക്കാരിൻ്റെയും ഏറ്റവും കാതലായ ഒരു വകുപ്പാണ്. കാരണം ഭരണത്തെ നിയന്ത്രിക്കുന്നതിലും ഏത് സംഭവങ്ങളിലും ഇടപെടുന്നതിൽ ആഭ്യന്തര വകുപ്പിനുള്ള കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഒരിക്കലും തർക്കമില്ലാത്ത ഒന്നാണ്. പക്ഷേ കേരളത്തിൽ പിണറായി സർക്കാരിൻ്റെ ഈ ഭരണത്തിൽ മുഖ്യമന്ത്രി തന്നെയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വകുപ്പിനെ കൈകാര്യം ചെയ്യുന്നതിൽ ബഹുമാനപ്പെട്ട പിണറായി വിജയന് സത്യത്തിൽ വലിയ വീഴ്ച വന്നിട്ടുണ്ട് എന്നത് ഈ 2 വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ CPMനും ഉണ്ട്. പാർട്ടിക്കുള്ളിൽ തന്നെ ധാരാളം വിമർശനങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുണ്ട് എന്ന് പത്രവാർത്തകൾ തന്നെ തെളിയിക്കുന്നുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിലും പാർട്ടിയുടെ കേന്ദ്ര ഘടകത്തിലും പോളിറ്റ് ബ്യൂറോയിലും പോലും ഇതിനെതിരെ ശക്തമായ വിമർശനം വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഒരു ചോദ്യചിഹ്നമായി തന്നെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം ഒരുപക്ഷെ ഇനി വരുന്ന 3 വർഷത്തിനിടയിൽ തെളിയിക്കാൻ പോകുന്നതേ ഉള്ളൂ.
സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതും മുഖ്യമന്ത്രിക്കെതിരാണ്. അതിനെ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വവും ആഭ്യന്തര വകുപ്പിനാണെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നത് ഇത്തരം ആരോപണങ്ങൾ നേരിടേണ്ടി വന്ന അദ്ദേഹത്തിന് തന്നെയാണ് എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. സ്വാഭാവികമായും ഇതിൽ രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഏത് കാലത്തും CPMൻ്റെ ഭരണത്തിൽ ഉണ്ടാകുന്ന പാർട്ടിക്കെതിരായുള്ള പ്രതിച്ഛായ അല്ലെങ്കിൽ പാർട്ടിക്കെതിരെയുള്ള വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് എപ്പോഴും പാർട്ടികളുടെ കീഴ്ഘടകങ്ങൾ അതാത് സ്ഥലങ്ങളിൽ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ വിഷയങ്ങളിൽ ഇടപെടുന്ന കാര്യങ്ങളിൽ അവരെത്രമാത്രം അതിൽ ജാഗരൂകരാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം, താഴേ തട്ടിൽ വരെ ഒരു ലോക്കൽ കമ്മിറ്റി അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ എല്ലാ നേതാക്കന്മാരും ഈ കാര്യങ്ങളിൽ കുറ്റാരോപിതരാകുന്നു എന്നുള്ളത് പാർട്ടിയുടെ കേഡർ ശൈലിയിൽ വന്ന ഒരു അപജയമാണ് ഇതിലുണ്ട്. ഇത് നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാനത്തിലെ CPM നേതൃത്വത്തിന് സാധിച്ചില്ല എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, CPMൻ്റെ ഭരണത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായും പിണറായി സർക്കാരിൻ്റെ ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിലെനിക്ക് ഒരു വ്യത്യസ്തമായ അഭിപ്രായമാണ്. കാരണം കേരളത്തിൽ ഇന്ന് ഏറ്റവും നിരാശയുള്ളൊരു വിഭാഗം കേരളത്തിലെ CPM ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാർട്ടിയുടെ തലപ്പത്തുള്ള ആളുകൾ മാത്രമാണ് ഈ ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ നേടുന്നത്, അല്ലെങ്കിൽ ഉന്നത തലത്തിലുള്ള നേതാക്കന്മാർ മാത്രമാണ്. മുമ്പൊക്കെ കേരളത്തിൽ CPM അധികാരത്തിൽ വരുമ്പോൾ ഏറ്റവും വലിയ ആക്ഷേപം ഉണ്ടായിരുന്നത് സെൽ ഭരണം, പാർട്ടി പ്രവർത്തകർ പോലീസിനെ നിയന്ത്രിക്കുന്നു, അതല്ലെങ്കിൽ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കന്മാർ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി മെമ്പർമാരെല്ലാം ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തുന്നു, ഭരണത്തിൽ നിയന്ത്രിക്കുന്നു എന്നുള്ള. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ ഇന്ന് CPM ആണ് ഏറ്റവും വലിയ നിരാശയുള്ള ഒരു വിഭാഗം. CPMൻ്റെ താഴെക്കടയിലുള്ള ലീഡർഷിപ്പിൽ പെട്ട ആളുകൾക്ക് പാർട്ടിയിലോ സർക്കാരിലോ ഉദ്യോഗസ്ഥന്മാരിലോ വലിയ തോതിൽ അവർക്ക് സ്വാധീനം ചെലുത്താനോ അവർ പറയുന്ന കാര്യങ്ങൾ നടത്താനോ കഴിയാത്ത അവസ്ഥയാണ് എന്നാണ് പാർട്ടിക്കുള്ളിലെ ഏറ്റവും വലിയ ആക്ഷേപം. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് വെച്ചാൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് പാർട്ടിയുടെ ഭരണത്തിലുള്ള ഇടപെടൽ സ്വാധീനം വലിയ തോതിൽ കുറഞ്ഞുപോയി എന്നതാണ്. ഇപ്പോൾ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടിയായിരുന്നു ഭരിച്ചിരുന്നത്. പിണറായി വിജയൻ അന്ന് AKG സെൻറ്ററിൽ സെക്രട്ടറി, കേരളത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്നാൽ AKG സെൻറ്ററിൽ നിന്ന് അന്ന് ഭരണത്തെ നിയന്ത്രിച്ചിരുന്നത് പിണറായി വിജയനാണ്. പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോൾ MV ഗോവിന്ദനും ഭരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പിണറായി വിജയനിലേക്ക് ഈ ഭരണപരമായിട്ടുള്ള ഇത് പൂർണ്ണമായി അദ്ദേഹത്തിലേക്ക് ഒതുങ്ങി നിന്നപ്പോൾ പാർട്ടി ഒരു നോക്കുകുത്തിയാവുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ പാർട്ടി അണികൾക്കല്ലേ ഈ പ്രശ്നമുള്ളൂ. ഇപ്പോൾ നേതാക്കന്മാരെ ഭാര്യമാർ കംപ്ലീറ്റ് നമ്മൾ ലിസ്റ്റ് എടുത്താൽ അനധികൃത നിയമനം 11 നേതാക്കളുടെ ഭാര്യമാർ കിട്ടിയിട്ടുണ്ട്. ഒരു തമാശ തന്നെ ഉണ്ടല്ലോ, ഒരു CPM നേതാവിൻ്റെ ഭാര്യ ആയാൽ ഇപ്പം BC വരുന്നു എന്നുള്ള ഒരു തമാശ തന്നെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അണികൾക്കല്ലേ ഈ പ്രശ്നമുള്ളൂ, നേതാക്കൾക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുന്ന ഒരു ബംഗാൾ മോഡലല്ലേ സത്യത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത്? പാർട്ടി നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ ഭാര്യമാർക്ക്, ബന്ധുക്കൾക്ക്, മക്കൾക്ക് ഒക്കെ അനഭിലഷണമായ രീതിയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പദവികൾ, ജോലികൾ, ഉയർന്ന ഉദ്യോഗങ്ങൾ ഇതെല്ലാം കിട്ടിയിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പാർട്ടിയുടെ ഒരു തലപ്പത്ത് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. പക്ഷെ താഴേക്കിടയിലുള്ള ആളുകൾ അതിൽ അമർഷം കൊള്ളുന്നുണ്ട്. മുമ്പ് അങ്ങനെയായിരുന്നില്ല സ്ഥിതി. പാർട്ടിയായിരുന്നു ഭരിച്ചിരുന്നത്. ഇപ്പോൾ ആ പാർട്ടി ഭരണം എന്നത് മാറിയിട്ട് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉദ്യോഗസ്ഥ ഭരണത്തിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്, അല്ലാതെ ഒരു ജനാധിപത്യ ഭരണമല്ല. ഒരു ബ്യൂറോക്രസിയുടെ പൂർണ്ണമായിട്ടും ബ്യൂറോക്രസി നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. റിജു, ഞാൻ സൂചിപ്പിച്ചത് നമ്മളിപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെ ഉണ്ടായ അക്രമം, ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ പാർട്ടിയുടെ ഇടപെടൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാരും അതുപോലെ തന്നെ പാർട്ടി അണികളും ഇടപെട്ട കേസുകളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. ഇതിനെ നിയന്ത്രിക്കാൻ പാർട്ടി കേഡറിന് സാധിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ബാബു പറഞ്ഞതിൽ നിന്ന് ഒരു സൂചന. അതാണ് പാർട്ടിയുടെ നിയന്ത്രണം അണികളിൽ പോലും നഷ്ടപ്പെടുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഇപ്പോൾ CPM കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ പാർട്ടി നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി എന്ന് എനിക്ക് തോന്നുന്നു.